ഹായ് ഹലോ വെൽക്കം ടു ഈസി ഇഗ്നോ. ഞാൻ എടുക്കാൻ പോകുന്നത് സൈക്കോളജിയാണ്. നമ്മുടെ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ജനറൽ സൈക്കോളജിയാണ്. ജനറൽ സൈക്കോളജിയുടെ കോഡ് വരുന്നത് BPCC 101. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ പഠിക്കാനായിട്ട് പോകുന്നത്, ഏതൊക്കെ യൂണിറ്റ്സ് ആണ്, അതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് നോക്കാം. അപ്പം ഇതിൽ മൊത്തത്തിൽ 5 ബ്ലോക്സിലായിട്ട് ടോട്ടൽ 9 യൂണിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിൻ ഓഫ് സൈക്കോളജി ആണ്. ഒറിജിൻ ഓഫ് സൈക്കോളജിയിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി എന്താണ്, ആൻഡ് അതിലെ ഏർലി ഡെഫിനിഷൻസ് പഠിക്കുന്നുണ്ട്, കറണ്ട് ഡെഫിനിഷൻസ്, പിന്നെ അതുപോലെ തന്നെ ബിഹേവിയറിന്റെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഫസ്റ്റ് നോക്കും. ആൻഡ് അതിൽ തന്നെ വരുന്നതാണ് അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി, അതായത് സൈക്കോളജി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ആ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സൈക്കോളജി ആസ് എ സയൻസ്, അതായത് പണ്ട് സൈക്കോളജി ഒരു ആർട്ട് സബ്ജക്റ്റ് ആയിരുന്നു, ആൻഡ് എന്തുകൊണ്ട് സൈക്കോളജി നമ്മൾ സയൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് മാറ്റി എന്നുള്ളതിനെ പറ്റിയിട്ടും കൂടെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കും. ആൻഡ് ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് യൂണിറ്റ് അവസാനിച്ചു. ആൻഡ് ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റിൽ എന്ന് പറഞ്ഞാൽ പേര് വരുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി. അപ്പോൾ ഇതിനകത്ത് വരുന്ന കണ്ടന്റ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് സൈക്കോളജി ഇറ്റ്സ് റിലേഷൻ ടു അതർ ഫീൽഡ് ഓർ സയൻസസ്. സൈക്കോളജി എങ്ങനെയാണ് മറ്റ് ഫീൽഡ്സുമായിട്ട് അല്ലെങ്കിൽ മറ്റ് സയൻസസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കുന്നുണ്ട്. പിന്നെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി, അതായത് സൈക്കോളജിയുടെ ഏർലി ഡിവിഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ സൈക്കോളജി എന്ന് പറയുമ്പോൾ അതൊരു അംബ്രല്ല ടേം ആണ്, ആൻഡ് അതിൻ്റെ കീഴിൽ ഒരുപാട് സബ് ഫീൽഡ്സ് വരുന്നുണ്ട്. അപ്പം അത് ഏതൊക്കെയാണ് ആ സബ് ഫീൽഡ്സ് ആൻഡ് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ ഈ സെക്കൻഡ് യൂണിറ്റിനകത്ത് നോക്കുന്നുണ്ട്. ആൻഡ് ദെൻ വരുന്നത് സൈക്കോളജി ഇൻ ഇന്ത്യ ട്രഡീഷണൽ ആൻഡ് മോഡേൺ. ഇന്ത്യയിൽ എങ്ങനെയാണ് സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജിയുടെ റോൾ എന്തായിരുന്നു, അതിപ്പോൾ ട്രഡീഷണലി ആൻഡ് ഇപ്പോൾ എത്രത്തോളം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് യൂണിറ്റ് സെക്കൻഡിൽ നമ്മൾ നോക്കുന്നുണ്ട്. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് ബ്ലോക്ക് അവസാനിച്ചു. ഇനി ബ്ലോക്ക് ടൂവിൽ പോകുന്നത് നമ്മൾ പെർസെപ്ഷനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. പെർസെപ്ഷനിൽ ഫസ്റ്റ് യൂണിറ്റ് പറയുന്നത് പെർസെപ്ഷൻ മീനിങ്, ലോസ്, പെർസെപ്ഷൻ കോൺസ്റ്റൻസീസ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർസെപ്ഷൻ എന്നാണ് യൂണിറ്റിന്റെ പേര് വരുന്നത്. ഇതിൽ നമ്മൾ നോക്കുന്നത് പെർസെപ്ഷൻ വേ ടു അണ്ടർസ്റ്റാൻഡ് ദി വേൾഡ്, എന്താണ് പെർസെപ്ഷൻ, നമുക്ക് എന്തിനാണ് പെർസെപ്ഷൻ മുതലായ കാര്യങ്ങളാണ്. അതിൽ സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ പറയുന്നുണ്ട്, തിയറിറ്റിക്കൽ അപ്രോച്ചസ് ടു പെർസെപ്ഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന കണ്ടന്റ് ഈ സെൻസേഷൻ, ആൻഡ് സെൻസേഷൻ എന്താണ്, അതിന്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് റോൾ ഓഫ് അറ്റൻഷൻ ഇൻ പെർസെപ്ഷൻ, ദെൻ ലോസ് ഓഫ് ഓർഗനൈസേഷൻ, അതിൽ ജസ്റ്റാൽ പ്രിൻസിപ്പിൾസ് നമുക്കറിയാവുന്ന ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് ഗുഡ് ഫോം, അങ്ങനത്തെ കുറെ കൺസെപ്റ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് ഈ ഒരു ഇതിൽ നോക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് പെർസെപ്ച്വൽ കോൺസ്റ്റൻസി ആണ്. പെർസെപ്ച്വൽ കോൺസ്റ്റൻസിയിൽ സൈസ് കോൺസ്റ്റൻസി, ഷേപ്പ് കോൺസ്റ്റൻസി, കളർ ഓർ ബ്രൈറ്റ്നസ് കോൺസ്റ്റൻസിനെ പറ്റി നോക്കുന്നുണ്ട്. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർസെപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് മോട്ടിവേഷൻ ആൻഡ് നീഡിന്റെ എഫക്ട്സ് നോക്കുന്നുണ്ട്, എക്സ്പെക്ടേഷൻ, ഇമോഷൻ, സ്റ്റിമുലസ് ക്യാരക്ടറിസ്റ്റിക്സ്, എക്സ്പീരിയൻസസ്, കൾച്ചർ, ഇതിൻ്റെയൊക്കെ എഫക്റ്റ് എങ്ങനെയാണ് പെർസെപ്ഷനിൽ വരുന്നത് എന്നുള്ളത് നോക്കുന്നുണ്ട്. ഇത്രയും ആയപ്പം യൂണിറ്റ് 3യും കഴിഞ്ഞു. ഇനി പെർസെപ്ഷന്റെ തന്നെ യൂണിറ്റ് 4ലേക്ക് നോക്കുമ്പോൾ അവിടെ ടൈപ്സ് ആൻഡ് എറേഴ്സ് ഓഫ് പെർസെപ്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ പെർസെപ്ഷൻ ഓഫ് ഡെപ്ത് ആൻഡ് ഡിസ്റ്റൻസ്, അതിൽ മോണോക്കുലർ ക്യൂസും ബൈനോക്കുലർ ക്യൂസിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂവ്മെന്റ് പെർസെപ്ഷൻ, സൈസ് പെർസെപ്ഷൻ, പിന്നെ എറേഴ്സ് ഇൻ പെർസെപ്ഷൻ, പിന്നെ ടൈപ്സ് ഓഫ് ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ മുള്ളർ ലെയർ ഇല്യൂഷൻ, പോൺസോ ഇല്യൂഷൻ, അതുപോലെ കുറച്ച് ഇല്യൂഷൻസിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. ഇത്രയും ആയപ്പോഴത്തേക്കും ബ്ലോക്ക് 2 അവസാനിച്ചു. ഇനി ബ്ലോക്ക് 3യിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ബ്ലോക്ക് 3യുടെ പേരെന്ന് പറയുന്നത് തിങ്കിങ് ആൻഡ് ലാംഗ്വേജ്. അതിൽ ഒറ്റ യൂണിറ്റേ വരുന്നുള്ളൂ, 5th യൂണിറ്റ്. അതിൻ്റെ പേര് തിങ്കിങ് ആൻഡ് ലാംഗ്വേജും തന്നെയാണ്. അതിൽ വരുന്ന കണ്ടന്റ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ്കിങ്, കൺസെപ്റ്റ്സ് ആൻഡ് ടൈപ്സ്, ഏതൊക്കെ ടൈപ്സ് തിങ്കിങ് ഉണ്ട് നമുക്കറിയാം, ഡൈവേർജന്റ്, കൺവേർജന്റ്, അതിനെയൊക്കെ പറ്റി നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ പ്രോസസ് ഓഫ് തിങ്കിങ്, മെന്റൽ ഇമേജറി, കൺസെപ്റ്റ്സ് ആൻഡ് പ്രൊപ്പോസിഷൻസ്, ഇതൊക്കെ എന്താണെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ കൺസെപ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്താണ് ആൻഡ് അതിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നുണ്ട്. പിന്നെ പ്രോബ്ലം സോൾവിങ്, എ കൺസെപ്റ്റ്, ബാരിയേഴ്സ് ടു പ്രോബ്ലം സോൾവിങ്.
ഓക്കെ, പ്രോബ്ലം സോൾവിങ് എന്താണെന്നുള്ളതും പിന്നെ പ്രോബ്ലം സോൾവിങ്ങിന്റെ ബാരിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ ഇതിനകത്ത് നോക്കും. പിന്നെ അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് എന്താണ്, ചൂസിങ് എമംഗ് ഓൾട്ടർനേറ്റീവ്സ്, അതിൽ വരുന്ന കണ്ടൻസ്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, പിന്നെ കോഗ്നിറ്റീവ് എറേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, അതിൽ ഹ്യൂറിസ്റ്റിക്സും ബയാസസും നമ്മൾ പഠിക്കും. പിന്നെ കൺസെപ്റ്റ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജിൽ വരുമ്പോഴത്തേക്കും ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ്, എങ്ങനെയാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്, അത് ഇൻഫൻസിൽ എങ്ങനെയാണ് ലാംഗ്വേജ് ഉള്ളത്, പിന്നെ ചിൽഡ്രനിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കും. ലാംഗ്വേജ് ആൻഡ് തോട്ട് തമ്മിലുള്ള റിലേഷൻഷിപ്പുമാണ് ഈ ഒരു കണ്ടൻസ് ആണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത്. അടുത്തത് ബ്ലോക്ക് 4ലേക്ക് പോകുമ്പം വരുന്ന പേരെന്ന് പറഞ്ഞാൽ ലേണിംഗ് ആൻഡ് മെമ്മറി ആണ്. അതിൽ 2 യൂണിറ്റ് വരുന്നുണ്ട്. ഇതിലെ 6th യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ആണ്. ലേണിംഗിൽ വരുന്ന കണ്ടൻസ് എന്ന് വെച്ചാൽ ഒന്ന് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ലേണിംഗ്, അതിൽ തന്നെ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ലേണിംഗ് എന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ തിയറീസ് ഓഫ് ലേണിംഗ്. തിയറീസ് ഓഫ് ലേണിംഗിൽ നമുക്ക് തന്നെ അറിയാവുന്ന ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പറന്റ് കണ്ടീഷനിങ്, ഒബ്സർവേഷൻ ലേണിംഗ്, കോഗ്നിറ്റീവ് ലേണിംഗ് മുതലായ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ സ്ട്രാറ്റജീസ് ഇൻ ലേണിംഗ്, ഇമേജറി, റിഹേഴ്സൽ ആൻഡ് ഓർഗനൈസേഷൻ, പിന്നെ ലേണിംഗ് ഇൻ എ ഡിജിറ്റൽ വേൾഡ്. ഇത്രയും ആയപ്പോൾ ലേണിംഗിന്റെ ആ ഒരു യൂണിറ്റ് അവസാനിച്ചു. ആൻഡ് ദെൻ മെമ്മറി അഥവാ യൂണിറ്റ് 7ലേക്ക് പോകുമ്പോഴത്തേക്കും നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മെമ്മറി, മോഡൽസ് ഓഫ് മെമ്മറി, ടൈപ്സ് ഓഫ് മെമ്മറി, പിന്നെ കൺസെപ്റ്റ് ആൻഡ് തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ്, അതിനകത്ത് തിയറി ഓഫ് ഇന്റർഫറൻസ് പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിങ് മെമ്മറി, നമുക്ക് നമ്മുടെ മെമ്മറി എങ്ങനെ എൻഹാൻസ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട് അതിൽ നിമോണിക്സിന്റെ യൂസും ഓർഗനൈസേഷനും പഠിക്കുന്നുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് മെമ്മറി ഇൻ എവറിഡേ ലൈഫ്. ഇത്രയും ആയപ്പോൾ നമ്മുടെ മെമ്മറിയുടെ യൂണിറ്റും അവസാനിച്ചു. ഇനി അടുത്തത് നമ്മുടെ അവസാനത്തെ ബ്ലോക്ക് ആണ് ബ്ലോക്ക് 5, മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ. ഇതിലും 2 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഇതിൽ യൂണിറ്റ് 8 എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷനിൽ വരുന്ന കണ്ടൻസ് എന്ന് വെച്ചാൽ കൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് മോട്ടിവേഷൻ, ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ, തിയറീസ് ഓഫ് മോട്ടിവേഷൻ. ഒരു ചെറിയ യൂണിറ്റ് ആണ്. അപ്പോൾ ഇത്രയും ആയപ്പോൾ നമ്മുടെ മോട്ടിവേഷന്റെ യൂണിറ്റ് അവസാനിച്ചു. ആൻഡ് ദെൻ യൂണിറ്റ് 9 ഇമോഷൻസ് നോക്കുമ്പോൾ നേച്ചർ ആൻഡ് ഡെഫിനിഷൻ, പിന്നെ ടൈപ്സ് ഓഫ് ഇമോഷൻസ്, കമ്പോണൻസ് ഓഫ് ഇമോഷണൽ പ്രോസസ്, ഇമോഷൻസ് ആൻഡ് മൂഡ്, ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്, ഫങ്ഷൻസ് ഓഫ് ഇമോഷൻസ്, തിയറീസ് ഓഫ് ഇമോഷൻ, മാനിഫെസ്റ്റേഷൻ ആൻഡ് മെഷർമെന്റ് ഓഫ് ഇമോഷൻസ്. ഇത്രയും ആയപ്പോൾ യൂണിറ്റ് 8 അവസാനിച്ചു. ഇത് ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് പേപ്പറിൽ, അതായത് ജനറൽ സൈക്കോളജി എന്ന് പറഞ്ഞ പേപ്പറിനകത്ത് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇത്രയും നമുക്ക് എങ്ങനെ കുറച്ച് എളുപ്പത്തിൽ പഠിക്കാം. എളുപ്പത്തിൽ എന്നല്ല, ഇത് എന്തായാലും മൊത്തം പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ ഓരോ യൂണിറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ യൂണിറ്റിന്റെ തുടക്കത്തിൽ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും, അതായത് ആ ഒരു യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളത് ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് ആദ്യം ഫോക്കസ് ചെയ്യുക. ആൻഡ് അതിനുശേഷം ആ ഒരു യൂണിറ്റിന്റെ അവസാനത്തിൽ തന്നെ നമുക്ക് ആ പേപ്പറിൽ കാണാൻ സാധിക്കും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും അല്ലാതെയും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ കൺസെപ്റ്റുകളെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ഒബ്ജക്റ്റീവ്സും ആ ഒരു പേപ്പറിന്റെ അവസാനത്തുള്ള ഈ ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയാൽ തന്നെ ആ ഒരു യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടാവോ അതെല്ലാം കിട്ടുന്നുണ്ടായിരിക്കും. ഇതൊക്കെ തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പഠിക്കുന്ന കൂട്ടത്തിൽ അതുകൂടി ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതുകൂടി കൺസിഡർ ചെയ്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾ ആ പഠിച്ച ആ ഒരു കൺസെപ്റ്റ് ആയാലും എന്തായാലും അതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ പഠിക്കാനായിട്ട് സാധിക്കും. എക്സാമിനും അത് യൂസ്ഫുൾ ആയിരിക്കും.